ഹീലിംഗ് പ്രേയേഴ്സ് 2 എന്ന ആത്മീയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന എല്ലാവരോടും കൂടെ ഉണ്ടാകട്ടെ. ഈ ജൂലൈ മാസത്തിൽ അനേകം നിയോഗങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അരുളി ചെയ്ത ഓരോ വാക്കും അത് ഫലം തരും എന്ന വിശ്വാസത്തോടുകൂടെ ഈ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുകൊള്ളാം. നിങ്ങളുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ജൂലൈ മാസം ദൈവാനുഗ്രഹങ്ങളുടെ മാസമാകും. ഒരു പുതിയ പ്രകാശം ഈ ജൂലൈ മാസത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അന്ധകാര ശക്തികൾ മാറിപ്പോകും. നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥയ്ക്ക് മാറ്റങ്ങൾ സംഭവിക്കും. നിങ്ങളുടെ ജോലി മേഖലയിൽ സുരക്ഷിതത്വമുണ്ടാകും. കർത്താവിൻ്റെ സമാധാനം നിങ്ങളുടെ എല്ലാ മേഖലയിലും നിങ്ങളോടൊപ്പം പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ സമാധാനം കൊണ്ട് ഈ ജൂലൈ മാസം മുഴുവനും നിറയുന്നതിനും എല്ലാ കാര്യങ്ങളും സമാധാനത്തോടെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും സമാധാനത്തോടെ സംസാരിക്കാനും കഴിയാൻ എല്ലാ കാര്യങ്ങളും ദൈവം എനിക്ക് വേണ്ടി ക്രമീകരിച്ചു തരും എന്ന വിശ്വാസത്തോടെ ഈ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുകൊള്ളാം. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ഞങ്ങൾ ദൈവസന്നിധിയിൽ അപേക്ഷകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ ആവശ്യങ്ങളും കർത്താവ് ഏറ്റെടുത്ത് ഈ ജൂലൈ മാസം നിങ്ങൾക്ക് വലിയ അനുഗ്രഹങ്ങൾ നൽകുന്ന മാസമായിരിക്കും. വിശ്വസിക്കുക, അസാധ്യങ്ങൾ എന്ന് തോന്നുന്ന വിഷയങ്ങളിൽ ഈ ജൂലൈ മാസത്തിൽ കർത്താവ് തീർച്ചയായിട്ടും ഇടപെട്ടിരിക്കും. വിശ്വാസത്തോടെ അവിടുത്തെ വചനം നമുക്ക് സ്വീകരിക്കാം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. നിങ്ങളുടെ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ. കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. അവസാനമായി സഹോദരരെ, സത്യവും വന്യവും നീതിയുക്തവും പരിശുദ്ധവും സ്നേഹാർഹവും സ്തുത്യർഹവും ഉത്തമവും പ്രശംസായോഗ്യവുമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുവിൻ. എന്നിൽ നിന്ന് പഠിച്ചതും സ്വീകരിച്ചതും കേട്ടതും എന്നിൽ കണ്ടതും നിങ്ങൾ ചെയ്യുവിൻ. അപ്പോൾ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളുടെ കൂടെയുണ്ടായിരിക്കും. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ ജൂലൈ മാസം അനേകം വേദനകളാൽ, അനേകം ആവശ്യങ്ങളുടെ നടുവിൽ, അനേകം പ്രതിസന്ധികളുടെ നടുവിൽ നിൽക്കുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ടവരുടെ മേൽ കർത്താവേ, നിൻ്റെ അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറന്നു കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒത്തിരി പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ട കുടുംബത്തെ, സഹോദരി സഹോദരന്മാരെ നീ അനുഗ്രഹിക്കണമേ. മക്കളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു. മാതാപിതാക്കളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു. ജീവിത പങ്കാളിയുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു. കുടുംബത്തിലുള്ള എല്ലാ അസമാധാനത്വവും സമർപ്പിക്കുന്നു. കർത്താവേ, കുടുംബത്തിലെ സാമ്പത്തിക തകർച്ചയെ സമർപ്പിക്കുന്നു. ജോലിയിലുള്ള പ്രതിസന്ധികളെ സമർപ്പിക്കുന്നു. വിശ്വാസ വഞ്ചനയെ സമർപ്പിക്കുന്നു. ഓരോ പ്രാവശ്യവും എടുക്കുന്ന തെറ്റായ തീരുമാനങ്ങളെ സമർപ്പിക്കുന്നു. തെറ്റായ തീരുമാനങ്ങൾ കാരണം അനേകം നഷ്ടങ്ങൾ വന്നത് ഓരോന്നായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, വിശ്വസിക്കേണ്ടവരെ വിശ്വസിക്കാതെ അനാവശ്യമായുള്ളവരെ വിശ്വസിച്ച് കയ്യിലിരിക്കുന്ന പണമെല്ലാം ചിലവാക്കി ഒന്നും മിച്ചമില്ലാതെ
ദുഃഖത്തിലും വഴക്കിലും കഴിയുന്ന ഓരോ കുടുംബാംഗങ്ങൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ അനുഗ്രഹം ഈ കുടുംബത്തിൻ്റെ മേൽ ചൊരിയണമേ. എല്ലാവരും ദൈവത്തിലേക്ക് തിരിയുന്നതിനും ഓരോ പ്രതിസന്ധിയിലും ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹം അതിൻ്റെ പിന്നിലുണ്ട് എന്ന് മനസ്സിലാക്കി പ്രതിസന്ധിയിൽ ദൈവത്തോട് ആലോചന ചോദിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. ഈ ജൂലൈ മാസത്തിൽ അനേകം വിഷയങ്ങളുടെ നടുവിൽ നിൽക്കുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ടവരുടെ മേൽ ഈ മാസം അനുഗ്രഹങ്ങളുടെ മാസമാക്കി മാറ്റണമേ. ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി നീ ഇടപെട്ട് ഈ മാസത്തിൽ ദൈവാനുഗ്രഹങ്ങളുടെ മാസമാക്കണമേ, വിജയത്തിൻ്റെ മാസമാക്കണമേ, സമാധാനത്തിൻ്റെ മാസമാക്കണമേ. കർത്താവേ, സാമ്പത്തിക ഉയർച്ചയുടെ മാസമാക്കണമേ. ജോലിയിലുള്ള സ്ഥിരതയും ഉയർച്ചയ്ക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിദേശത്തേക്ക് പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിദേശത്തേക്ക് പോകുവാനായി ധാരാളം പണം കെട്ടിവെച്ച് എല്ലാം നഷ്ടപ്പെട്ടു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിദേശത്തേക്ക് പോകുന്നതിനുള്ള പേപ്പേഴ്സ് നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ മാസം വിദേശത്തേക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിദേശത്തായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിദേശത്തായിട്ടും ജോലി ഒന്നും ലഭിക്കാതെ വിഷമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ മാസം എല്ലാ തടസ്സങ്ങളെയും മാറ്റി ദൈവാനുഗ്രഹങ്ങളുടെ കലവറ ഈ മക്കൾക്ക് നേരെ തുറന്നു കൊടുത്ത് ഇവരെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രോഗികളായ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കാലവർഷക്കെടുതികളിൽ അകപ്പെട്ടു പോയവരെ സമർപ്പിക്കുന്നു. ആരോഗ്യം നഷ്ടപ്പെട്ടു പോയവരെ സമർപ്പിക്കുന്നു. വിട്ടുമാറാത്ത പനിയും ജലദോഷവും കൊറോണ രോഗവും കാരണം വേദനിക്കുന്നവരെ സമർപ്പിക്കുന്നു. കർത്താവേ, എല്ലാം മാറാരോഗങ്ങളിൽ നിന്നും ഈ മക്കളെ നീ സുഖപ്പെടുത്തണമേ. ഡിപ്രഷൻ അടിമപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ ആനന്ദം ഈ മക്കളുടെ ഹൃദയത്തിൽ നിറയ്ക്കണമേ. നിന്റെ സന്തോഷം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. നിന്റെ സമാധാനം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. എല്ലാ വിവേകത്തെയും അറിവിനെയും കവിയുന്ന അങ്ങയുടെ സമാധാനം കൊണ്ട് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തെയും മനസ്സിനെയും ക്രിസ്തുയേശുവിൽ അവിടുന്ന് കാത്തു സംരക്ഷിക്കണമേ. കർത്താവേ, എല്ലാ ആകുലതയും ആകാംക്ഷയും ഉത്കണ്ഠയും എല്ലാം എടുത്തുമാറ്റി ഈ മാസം ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം എൻ്റെ ജീവിതം ഉയർച്ചയുണ്ടാകും എന്ന ഉറപ്പോടുകൂടെ ഓരോ നിമിഷവും ജീവിക്കുവാൻ, ഉത്സാഹത്തോടെ ജീവിക്കുവാൻ കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ജൂലൈ മാസത്തിൽ ഞങ്ങളുടെ ജീവിതം പൂർണ്ണമായി അങ്ങയുടെ നിയന്ത്രണത്തിലാകണമേ. ഞങ്ങളെ പൂർണ്ണമായും അങ്ങയ്ക്ക് വിട്ടുതരുന്നു. സത്യത്തിൻ്റെ പൂർണ്ണതയായ ഈശോയെ, ലോകത്തിൻ്റെ നുണകൾ ഞങ്ങൾ വിശ്വസിക്കാതിരിക്കുവാൻ, ലോകത്തിൻ്റെ നുണകളാൽ ആരും ഞങ്ങളെ വഞ്ചിക്കാതിരിക്കാൻ അങ്ങയുടെ പരിപൂർണതയിൽ സത്യവും ശ്രേഷ്ഠവും ശരിയും ശുദ്ധവും മനോഹരവും പ്രശംസനീയവുമായ എല്ലാം കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ചിന്തകളെയും ഹൃദയത്തെയും അങ്ങ് നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അവിടുത്തെ കൃപ തരണമേ. ഏറ്റവും മികച്ച രീതിയിൽ ഞങ്ങളുടെ ജോലി ചെയ്യാൻ, ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. കർത്താവേ, ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, ഔദ്യോഗിക ജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ അങ്ങ് ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ ഉത്തരവാദിത്വങ്ങളും ചെയ്തു തീർക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപയും കാരുണ്യവും ഞങ്ങൾക്ക് തരണമേ. ഈ മാസം എല്ലാ മേഖലയിലും അനുഗ്രഹവും ഉയർച്ചയും ഉണ്ടായി. കർത്താവേ, എല്ലാ ദുഃഖവും മാറ്റി സന്തോഷത്തിൻ്റെ മാസമാക്കണമേ. തടസ്സങ്ങളെ മാറ്റി ദൈവാനുഗ്രഹങ്ങൾ നൽകണമേ. ഒന്നിലും പ്രതീക്ഷയില്ലാത്ത അവസ്ഥയിൽ നിന്ന് മാറ്റം വരുത്തണമേ. നിരാശ മാറിപ്പോകട്ടെ. ഈശോയെ, നിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. നിരാശയും ദുഃഖവും ഏകാന്തതയും ആശങ്കകളും ആകാംക്ഷകളും ഭയവും നീക്കി ഈ ജൂലൈ മാസത്തിൽ എൻ്റെ ദൈവത്തിനെല്ലാം സാധ്യമാണ്. ആ ദൈവം എന്നോടൊപ്പം പ്രവർത്തിക്കും. അതിനാൽ മറ്റെല്ലാ മാസത്തിനേക്കാളിലും ഈ ജൂലൈ മാസം ഉയർച്ചയുടെയും ഐശ്വര്യത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും മാസമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാലവർഷക്കെടുതികളുണ്ടെങ്കിലും അമിതമായ മഴയുണ്ടെങ്കിലും ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലാണെങ്കിലും എൻ്റെ കർത്താവിൽ ഞാൻ പൂർണ്ണമായി ആശ്രയിക്കുന്നതിനാൽ അവിടുന്ന് എനിക്കൊരു കുറവും വരുത്താതെ
എന്നെ നയിക്കും എന്ന വിശ്വാസത്തോടെ ഈ പ്രാർത്ഥന ദൈവമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അങ്ങ് ഏറ്റെടുക്കണമേ. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളെ, അവരുടെ ആവശ്യങ്ങളെ, ഔദ്യോഗികമായ ആവശ്യങ്ങളെ, ബിസിനസ് മേഖലയിലുള്ള ആവശ്യങ്ങളെ നീ ഏറ്റെടുക്കണമേ. തകർന്നു പോയ ബിസിനസ്സിനെ നീ പുനഃസ്ഥാപിക്കണമേ. കർത്താവേ, ഏത് പ്രതിസന്ധിയിലാണ് ഇപ്പോൾ എൻ്റെ ഈ പ്രിയപ്പെട്ടവർ ആയിരിക്കുന്നത് എങ്കിലും നിനക്ക് എല്ലാം സാധ്യമാണ്. ഈ പ്രതിസന്ധിയിൽ നിന്നും കരകയറ്റാൻ നിനക്ക് സാധ്യമാണ്. അതിനാൽ ഞങ്ങൾ പൂർണ്ണമായും നിന്നിൽ വിശ്വസിക്കുന്നു. അങ്ങ് ചെയ്ത അത്ഭുതങ്ങളെ, അങ്ങ് ചെയ്ത അത്ഭുത പ്രവർത്തനങ്ങളെ ഞങ്ങൾ ഏറ്റുപറയുന്നു, പ്രകീർത്തിക്കുന്നു. കർത്താവേ, കരുണയുണ്ടാകണമേ. ഈ ജൂലൈ മാസം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന, ഈ പ്രാർത്ഥന അയച്ചു കൊടുക്കുന്ന എല്ലാവരുടെ മേലും പ്രത്യേക സന്തോഷവും സമാധാനവും അഭിവൃദ്ധിയും നിറച്ച് ഒന്നിനും കുറവില്ലാത്ത ഒരു മാസമാക്കി ഈ ജൂലൈ മാസത്തെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരെയും ദൈവകരങ്ങളിൽ പ്രത്യേകമായി ഏൽപ്പിക്കുന്നു. കർത്താവെ, സുരക്ഷിത കരങ്ങളിൽ ഞാൻ ഏൽപ്പിച്ചു തരുന്നു. നിന്റെ സുരക്ഷിതത്വം നൽകി, നിന്റെ സമാധാനം നൽകി, ഈ മക്കളുടെ എല്ലാ ആവശ്യങ്ങളിലും ദൈവാനുഗ്രഹങ്ങൾ നൽകി അവിടുന്ന് ശക്തമായി ഇടപെട്ടിവരെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ തടസ്സങ്ങളും ഈ പ്രാർത്ഥനയോടുകൂടെ മാറിപ്പോകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രാർത്ഥന കേട്ട ദൈവമേ, അങ്ങയ്ക്ക് കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു, സ്തുതികൾ അർപ്പിക്കുന്നു, ആരാധന അർപ്പിക്കുന്നു. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവമേ, ഈ പ്രാർത്ഥനയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ എല്ലാ നിയോഗവും സാധിച്ച് ഈ ജൂലൈ മാസം സന്തോഷത്തിൻ്റെ മാസമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയിലൂടെ എല്ലാ തടസ്സങ്ങളും അഭിവൃദ്ധിക്കുള്ള, നന്മയ്ക്കുള്ള, സന്തോഷത്തിനുള്ള, സമൃദ്ധിക്കുള്ള തടസ്സങ്ങൾ പൂർണ്ണമായി മാറിപ്പോകട്ടെ എന്ന് യേശു